താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. എൻ്റെ ടീച്ചർക്ക് ഗുഡ് മോർണിംഗ് ഒരു ഉഷാറിലൊക്കെയുള്ള എനിക്ക് നന്നായിട്ട് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് നോട്ടീസിലാണ് എനിക്ക് ഇവിടേക്ക് ഇൻവിറ്റേഷൻ വരുന്നത്. പെട്ടെന്നായിരുന്നു യൂണിയൻ ഇനാഗ്രേഷൻ ഉണ്ട്, നമുക്ക് വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ വരുന്നത്. നമ്മൾ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ വരില്ല എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് എല്ലാം ഓക്കെ ആയി. വരാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയ പോലെയാണ് തോന്നുന്നത്. കാരണം ഒരു യൂണിയൻ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുക അതിൻ്റെ തലപ്പത്ത് ഒരു ബോയ് ആയിരിക്കും. യൂഷ്വലി അങ്ങനെയാണ് എല്ലായിടത്തും. പേര് വ്യക്തമാക്കുന്ന പോലെ അലോക ലൈറ്റ് ഓഫ് ചേഞ്ച് ഇവിടെ ഞാൻ കണ്ടു. ലേഡീസാണ് വന്നിരിക്കുന്നത്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് പറയുന്നതല്ല. നമ്മുടെ ജനഗണമന മൂവിയില്ലേ, അതിൽ ഞാനൊരു ലേഡി ചെയർമാൻ ആയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫിദ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത്. ഒരു ലേഡി ചെയർമാൻ നയിക്കാൻ ഇത് സ്ത്രീയുടെ വിജയം എന്നൊന്ന് പറഞ്ഞ് ക്ലീശയാക്കുന്നില്ല. കാരണം ഇതിന് പുറകിൽ ഇവരൊക്കെയാണ്. ഈ ജെൻസ് വിഭാഗം ഉണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബാസിത്തല്ലേ, ഞാനത് ചോദിച്ചു പേരെന്താ കണ്ടത്. കാരണം ഞാനൊക്കെ കോളേജിൽ പണ്ട് പഠിച്ചിരുന്നപ്പോൾ അത്യാവശ്യത്തിന് വയസ്സുണ്ട്. അപ്പം പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ബോയ് ഫ്രണ്ടിനെ അവൻ്റെ ടീമിനെ ഞാൻ സെറ്റാക്കിയിട്ട് എല്ലാ ഫോട്ടോ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ വൈസ് ചെയർമാനായി. ഒരു ഉപകാരം ഉണ്ടായില്ല എന്നെ കൊണ്ട്. ആ കോളേജിനോ ഒന്നിനും ഒരു ഉപകാരം ഉണ്ടായില്ല. ആ കാലഘട്ടം എന്ന് പറയുന്നില്ല, ഒരു 8 വർഷം മുന്നേ. അവിടുന്ന് ഇവിടെ നോക്കുമ്പോൾ ഫിദാനെയും അതുപോലെ ഷിഫാനെ പോലെയുള്ളവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുക. എൻ്റെ കാലത്തൊക്കെ തട്ടത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇവിടെ വന്ന് ഇങ്ങനെ നയിക്കാനുള്ള ഒരു ഊർജത്തോടെ സ്ത്രീകളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. സ്ത്രീകൾ എന്ന് പറയുന്നില്ല, ലേഡീസ്. ഭയങ്കര സന്തോഷം. അതിനെ വഴിയൊരുക്കിയ നിങ്ങൾക്കും ബോയ്സ്. കാരണം ബാസിത്തിലോട്ട് വരാം. ബാസിത്ത് ഇവിടെ വന്ന് ഓരോരുത്തരും ഫിദാനെ പറ്റി പറയുമ്പോഴും അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു പുരുഷൻ വന്ന് നിന്ന് ഒരു സ്ത്രീയോട് അഭിമാനത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന അതെൻ്റെ ഇടയ്ക്കെന്നൊരു വിളിക്കുക. അത് എന്ന് പറയുന്നത് ഭയങ്കര, എൻ്റെ കോളേജ് കാലത്തേക്ക് ഈഗോ ആയിരുന്നു ഭയങ്കരമായിട്ട്. കാരണം ഒരു സ്ത്രീ പറഞ്ഞാൽ അവള് ഈ ഒരു സാധനം. പക്ഷെ നിങ്ങൾ കൈയടിക്കാനും ചേർത്ത് പിടിക്കാനും മുന്നോട്ട് നയിക്കാനും, ഇപ്പം ഇവിടെ ഫോട്ടോ ഒരു യൂണിയൻ, അത് സ്ത്രീ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു ലേഡി നയിക്കുന്ന യൂണിയൻ ആണെന്ന് പറഞ്ഞ് പുറകോട്ട് നിൽക്കാതെ അതിന് ചുറ്റും അവർ കൂടി നിൽക്കുന്നു, ആ ഒരു ആർജവം കൊടുക്കുന്നു എന്ന് പറയുന്നത് ലേഡീസ് യു ആർ ബ്ലെസ്ഡ് വിത്ത് ദ ബോയ്സ്. ഉഷാറാവട്ടെ കാര്യങ്ങൾ. അലോക എ ലൈറ്റ് ഓഫ് ചേഞ്ച്. എല്ലാവരും ഒന്നിച്ച്, ലേഡി എന്നോ ബോയ് എന്നോ ഇല്ലാതെ ഒരുമിച്ച് ഈ ഒരു യൂണിയൻ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ആശയങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം SFI ആണ് ഇവിടെ. അല്ല, SFI തോറ്റു എന്നാണോ പറഞ്ഞത്? ഇവിടെ ഏതാ ടീം? UDSF. എന്ത് തന്നെയായാലും ഇവിടെ പല തരത്തിലുള്ള ടീമുകളും ഉണ്ടാവും. നിങ്ങളുടെ ആശയങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. നിങ്ങളുടെ കോമ്പറ്റീഷൻ ഒരിക്കലും മുന്നോട്ട് വരരുത്. അത് സമരത്തിലാണെങ്കിലും ആർക്കാർക്കും ഉപദ്രവമില്ലാതെ, കോളേജിന് ചീത്തപ്പേരില്ലാതെ നിങ്ങളൊരു യൂണിയൻ മുന്നോട്ട് നയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര അടി ബഹളം സമരം, അതിലോട്ട് ഒതുങ്ങിപ്പോവാണ് ഒരു യൂണിയൻ എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ആവരുത്. കലാലയത്തിൻ്റെ ആശയങ്ങളെയും കലാലയത്തിൽ ഒരു അടിപൊളി എൻവയൺമെൻറ്റും ക്രിയേറ്റ് ചെയ്യണമെന്ന് UDSFിനോട് ഞാൻ പറയുകയാണ്. ഇനി ഫൈൻ ആർട്സിലോട്ട് വരാം. ഇതിലും അതായത് ഒരു യൂണിയൻ നയിക്കുന്ന സമയത്തുള്ള ഫൈൻ ആർട്സിലോളം വരില്ല വേറെ എവിടെ പോയാലും. കോളേജ് കഴിഞ്ഞ് നിങ്ങൾ പോയാലും ഒന്നും അതിൻ്റെ ഒരു ആവേശമൊന്നും വേറെ തന്നെയാണ്. സോ SH നമ്മുടെ CH കോയ, മുഹമ്മദ് കോയ കോളേജിന് ഒരു അടിപൊളി ഫൈൻ ആർട്സ് ഈ ഒരു വർഷം ഉണ്ടാവട്ടെ. പറഞ്ഞ പോലെ അക്കാദമി ശ്രദ്ധിക്കണം എന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക.
നിങ്ങളുടെ ഒരു ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കുക. നമ്മൾ ഫൈൻ ആർട്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് സിനിമയിലോട്ട് എത്തി, അതെത്തി. മോണാക്റ്റും കലാപരമായിട്ടൊക്കെ അതിൽ മുൻനിന്നുകൊണ്ട് ഇവിടേക്ക് എത്തിപ്പെട്ടു. നിങ്ങളും അതുപോലെയൊക്കെ വരിക. ഇവിടെ കുറേ ഡയറക്ടേഴ്സും ആക്ടേഴ്സും എല്ലാവരും മലപ്പുറത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒത്തിരി പേര് വരുന്നുണ്ട്, ഒത്തിരി ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, മ്യൂസീഷ്യൻസ് വരുന്നുണ്ട്, സിനിമാറ്റോഗ്രാഫേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നമ്മുടെ ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടർ മലപ്പുറംകാരനാണ്. അപ്പം ഒത്തിരി പേര് വരുന്നുണ്ട്. അവർക്കൊരു ഭയങ്കര ഒരു കലാലയം അല്ലെങ്കിൽ കോളേജ് ഫൈൻ ആർട്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈൻ ആർട്സിന്റെ സെക്രട്ടറി ആയിരിക്കും. ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് സിനിമയിലും പലയിടങ്ങളിലും വെച്ച് കാണാമെന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ് ഔദ്യോഗികമായിട്ട്. അപ്പോൾ ഞാൻ ഫൈൻ ആർട്സ് ഉദ്ഘാടനം. ഫൈൻ ആർട്സിന്റെ പേരുണ്ടോ? എന്താ? അതൊരു ശരി ഉണ്ട്. പേരെനിക്ക് അറിയില്ല. നമ്മുടെ ഫൈൻ ആർട്സ് ക്ലബിന്റെ നെയിം റിവീലിംഗ് ആണ് വേദിയിൽ നടക്കുന്നത്. സൈഡിൽ കൂടെ ഒരു മിനിറ്റ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ എന്നോട് വന്നപ്പോൾ തന്നെ വന്നിരുത്തി പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ ഒരു സൂപ്പർ മാഷ് ഉണ്ടോ? സൂപ്പർ മാഷ് എന്നോട് പറഞ്ഞു എന്നെ പറ്റി 2 വാക്ക് പൊക്കി പറയാൻ. എന്നിട്ട് എന്നോട് അവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. സൂപ്പർ മാഷ് ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ ഒരു മാഷും കൂടിയാണ് പുറത്തത്തെ. അപ്പം നല്ല രീതിയിൽ പറയണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു MA മലയാളത്തിലോ എനിക്കത്രേ ഓർമ്മയുള്ളൂ. പിന്നെ മാഷ് അവിടെ പുറത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് കൂടി പറഞ്ഞു. അതാണോ സൂപ്പർ മാഷ്? അല്ലേ? മതിയോ ചേട്ടാ? അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പം ഇവിടുന്ന് പോയവർ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. താങ്ക് യു.